സജീഷ്, SDRF-ൽ ബാക്കിയുള്ള 677 കോടി അത് മുഴുവൻ മുണ്ടക്കൈ ചൂരൽമലയിൽ വിനിയോഗിക്കാൻ പറ്റില്ല എന്ന് മന്ത്രി പറയുന്നത് 100% ശരിയാണ്. സംസ്ഥാനത്ത് ആകെ ദുരന്ത നിവാരണത്തിനായി വിനിയോഗിക്കേണ്ടതാണ്. പക്ഷേ എത്ര വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതിൽ സംസ്ഥാന സർക്കാരിന് ഒരു കണക്ക് വേണ്ടേ? അതുപോലും ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തലവെച്ചത്. ഹൈക്കോടതി വിളിച്ചു വരുത്തി കണക്ക് പറയാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഇന്നലെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തത തേടിയിരുന്നു. ഈ കേസ് കൂടി ഓർക്കണം, കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കുമ്പോൾ നമ്മുടെ കൈവശം എത്രയുണ്ട്, എന്തെല്ലാമാണ് നമ്മുടെ കുറവ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ കണക്ക് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടതല്ലേ? എവിടെയാണ് ഇനി ചെലവിടാനുള്ളത്, എന്തെല്ലാമാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ അതറിയില്ല. അത് ഇനി വിശദമായി പറയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് 4 മാസം ആയി എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. ദൈവമേ, ഇത് വലിയ പുലിവാലായില്ലോ. എത്ര വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇനി കൊടുക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ തുക നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റണ്ടേ? അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. താങ്കൾ ഇപ്പോൾ പറഞ്ഞ തമിഴ്നാടിന്റെ കാര്യത്തിൽ, തമിഴ്നാടിന് കഴിഞ്ഞ ദിവസം അനുവദിച്ച 944.8 കോടി രൂപ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ രണ്ട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് വ്യക്തത. ശരിയെങ്കിൽ ഇതിന് മറുപടി പറഞ്ഞോളൂ, അതിനുശേഷം ഞാൻ മറുപടി പറയട്ടെ. അല്ല, ഞാൻ പറയാം. അല്ല, ഇങ്ങനെയാണോ ചോദ്യം? ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. വലിയ എസ്സേ പോലെ ചോദിക്കല്ലേ? നടന്നോ അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയുള്ളൂ. ഓരോ കാര്യത്തിനായിട്ട് പറയാം. അതിൽ ചോദ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ കോടതിയിൽ പോയി എന്നാണ് പറയുന്നത്. നമ്മൾ കോടതിയിൽ പോയതല്ല, കോടതി സ്വമേധയാ കേസെടുത്തതാണ്. ഈ കേസിൽ ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനോട് നിലവിലുള്ള ഏതെങ്കിലും കോടതി ആവശ്യപ്പെട്ടാൽ ഇത് തീരുമാനമെടുക്കും. ഇത് നിഷ, ഒരു കാര്യം ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് വ്യക്തമാകും. വ്യക്തമായില്ലെങ്കിൽ താങ്കൾ ഇടപെടും. ഞാൻ ആ വാചകം പറയട്ടെ, അതല്ലേ അതിന്റെ ഒരു ഭംഗി. താങ്കൾ നേരത്തെ വലിയ ചോദ്യമാകുമ്പോൾ ഞാൻ ഇടപെട്ടത് ആ ചോദ്യത്തിന്റെ ഒരുപാട് വശങ്ങൾ വരും, മറുപടി എല്ലാ വശവും പറയാൻ അനുവദിക്കപ്പെടില്ല എന്നുള്ളതുകൊണ്ട് ഘട്ടം ഘട്ടമാകട്ടെ എന്ന് കരുതിയിട്ട്, അതുപോലെ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാവണം ചോദ്യവും ഉത്തരവും എല്ലാം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കോടതി സ്വമേധയാ എടുത്ത കേസാണ്. ആ കേസിനകത്ത് കോടതി ഉൾപ്പെടെ എത്തി നിൽക്കുന്ന എവിടെയാണ്? കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നൽകുമോ? കേന്ദ്ര സർക്കാർ ഒന്നും നൽകാൻ വേണ്ടി പോകുന്നില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. അതാണ് ജാവദേക്കർ എന്ന് പറഞ്ഞത്. പൊളിറ്റിക്കൽ കാര്യമാണ്. ആ ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിലായില്ലേ? പൊളിറ്റിക്കൽ കാര്യമാണ്, പൊളിറ്റിക്കലായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ നൽകണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനാധികാരമാണ്. അതിനനുസരിച്ചാണ് പ്രത്യേക സഹായം നൽകുന്നത്. ആ പ്രത്യേക സഹായം തമിഴ്നാടിന് ഒറ്റയടിക്ക് നൽകാം. കേരളത്തിൽ ഇത്രയും ആളുകൾ മരിച്ചു വീണിട്ടും ഇത്രയും കാലമായി പ്രത്യേക സഹായം ഞാൻ എന്റെ അഭിലാഷയെ ഒരു വരി പറയട്ടെ. ഞാൻ രണ്ടാമത് ചോദിക്കാൻ വന്ന ചോദ്യം കൂടെ ഉൾപ്പെടുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. എന്റെ ചോദ്യം നേരെയുള്ളതാണ്. സജീഷ്, കയ്യിലുള്ളതിൽ നിന്ന് എത്ര ആർക്കെല്ലാം കൊടുക്കാനുണ്ട്, കണക്കുണ്ടോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മള് പതിവുകാരായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. ആ നേരെയുള്ള ചോദ്യത്തിന്, ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറയട്ടെ. എന്താണ് നിഷ ഇത്ര തിരക്ക്? ഞാൻ അതിന് മറുപടി പറയില്ല എന്നാണോ താങ്കൾ കരുതിയത്? ഈ കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. ആ ക്ലാരിറ്റി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ അതാണ് കേരളത്തോട് കാണിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതിന് കോടതി പറഞ്ഞുകൊണ്ട് മാത്രം ഇവർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ കോടതി സ്വാഭാവികമായും വിളിച്ചു വരുത്തുമ്പോൾ കോടതിയുടെ മുന്നിൽ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കൃത്യമായി അതിന്റെ മറുപടി കൊടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ കോടതി പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളാണ്, കേന്ദ്ര സർക്കാർ അല്ല എന്നുള്ളത് കോടതിക്ക് ഉൾപ്പെടെ ബോധ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് കൊടുക്കാൻ കഴിയും. കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റ്സ് എന്തെല്ലാമാണ്, കണക്കുണ്ടോ? അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തടി വരാൻ നോക്കണ്ട. എന്താണ് നിഷ ഒരു കാര്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. കോടതി ഇന്ന് രാവിലെ ചോദിച്ചതാണ്. ഇന്ന് വൈകുന്നേരം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന താങ്കൾക്കെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? 677 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുള്ളതിൽ ഇനി മറ്റു ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവിടാനുള്ളത് എത്രയാണ്, എന്തെല്ലാം കമ്മിറ്റ്മെന്റ്സ് ആണ്? ചൂരൽമലയിൽ എത്ര കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല, അത് പോട്ടെ.
പക്ഷേ ആർക്കൊക്കെയോ കൊടുക്കാനുണ്ട് വിവിധ ഇടങ്ങളിലായി എന്ന് മന്ത്രി പറയുന്നുണ്ടല്ലോ. അത് എവിടെയൊക്കെയാണ്, എത്ര കോടി കൊടുക്കാനുണ്ട് എന്ന വ്യക്തത ശ്രീ സജീഷിനെങ്കിലും ഉണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. നിഷ, ഒരു കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയാൻ ആദ്യം അനുവദിക്കണം. നിങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല ഈ ചർച്ച എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിന് നിങ്ങൾ വേറെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തോളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനെ അല്ല താങ്കൾ ഉത്തരം പറയുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ ഒഴിഞ്ഞു മാറിയതുപോലെ തന്നെ താങ്കൾ ഒഴിഞ്ഞു മാറുകയാണ്. സ്വാഭാവികം. താങ്കൾ നേരത്തെ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ താങ്കൾ പറയുന്നു തമിഴ്നാടിന് എന്തോ വലുതെന്തോ കൊടുത്തുവെന്ന്. പ്രത്യേകമായി എന്തോ കൊടുത്തു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ പ്രസ് റിലീസിൽ നിന്നുള്ള വാചകമാണ് ഞാൻ വായിക്കുന്നത്. അതായത് അവരുടെ SDRF-ലേക്ക് കൊടുക്കേണ്ട ഗഡുവാണ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ളത്. അതാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞപ്പോൾ കേരളത്തിന് തന്നത്. എമൗണ്ടുകളിൽ വ്യത്യാസമുണ്ട്, കാരണം സംസ്ഥാനങ്ങളുടെ വലിപ്പം അനുസരിച്ച് ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് അനുസരിച്ചാണ്. പക്ഷെ തമിഴ്നാടിന് പുതുതായി എന്തോ കൊടുത്തു, കേരളത്തിന് തന്നില്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമല്ലേ? എല്ലാം കള്ളന്മാരാ. എടാ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാം. SDRF-ന്റെ മാനദണ്ഡം ഇല്ലാതെ ചെലവഴിക്കാമെന്നുള്ള നിലയ്ക്കാണ് കൊടുത്തത്. ബീഹാറിന് കൊടുത്തത് എങ്ങനെയാണ്? അഡ്വാൻസാ കൊടുത്തത്. ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഔദ്യോഗിക റിലീസാണ് ഞാൻ വായിച്ചത്. MHA approves release of 944.80 crore to state government of Tamil Nadu as a central. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. share from the state disaster response fund to help people affected by cyclone Fengal എന്ന് പറയുമ്പോൾ പുതുതായി കൂടുതലായി എന്തോ കൊടുത്തു. അതിന് താഴെ പറയുന്നുണ്ട് IMCT റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന് കൂടുതൽ ഫണ്ട് കൊടുക്കാം എന്നും പറയുന്നുണ്ട്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. നിഷ, ഒരു കാര്യം കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റും അതിന്റെ മന്ത്രിയുമായിട്ടുള്ള അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങളാണ്. നമ്മൾ വസ്തുതാപരമായി പരിശോധിച്ചാൽ അങ്ങനെയല്ല. ഇതിനകത്ത് തന്നെ ഇപ്പോൾ 159 കോടി രൂപ കേരളത്തിന് തന്നു എന്ന് പറയുന്നത് തന്നതല്ല. അത് നിങ്ങളുടെ SDRF കണക്കാക്കി അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലാതെ ഒരു ഫണ്ടും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിൽ ഇപ്പൊ നിലനിൽക്കുന്ന 677 കോടി എന്ന് പറയുന്ന തുകയിൽ നിന്ന് നിങ്ങൾ കണക്ക് കൃത്യമായിരിക്കണം. 25 എനിക്ക് 15 നിനക്ക്. സെന്ററിലെ ക്യാപ്സ്യൂൾ ഇന്ന് കോടതിയിൽ വിലപ്പോയില്ല. അവിടെ വിലപ്പോവാത്തത് വന്ന് ചാനലിൽ വന്ന് നിങ്ങൾ എത്ര ഉരുണ്ട് കളിച്ചാലും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇത് സജീഷോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ആരെയാണ് സർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ വിനിയോഗത്തെക്കുറിച്ച് എന്ത് കണക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത്? അത് കോടതിയിൽ പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? എനിക്കറിയാൻ പാടില്ല. ഞാൻ മരുന്ന് ഒഴിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.